ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇപ്പോൾ സ്കൂളിൽ പോയി പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മൾ മേടിക്കുവാണ്. ചില കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതുപോലത്തെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. 1-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കുവാനായിട്ട് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാണ്. നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ഓൺലൈൻ ട്യൂഷനും നല്ല സന്തോഷകരമായിട്ട് കൊണ്ടുപോകാം. എല്ലാ സബ്ജക്ട്സിൻ്റെയും ട്യൂഷൻ ഉണ്ട് കേട്ടോ. എല്ലാ സബ്ജക്ട്സും ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മലയാളം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് 2-ാം ക്ലാസ് വരെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 3-4 EVS കൂടിയുണ്ട്. 5, 6, 7 വീണ്ടും ഹിന്ദി, സോഷ്യൽ സയൻസ് അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്ട്സും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. വേഗത്തിൽ ജോയിൻ ചെയ്തോളൂ. ജൂൺ 3-ന് നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കൂൾ കഴിഞ്ഞിട്ട് വൈകിട്ടുള്ള സമയത്താണ് ക്ലാസ് വരുന്നത്. എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത് ഓൺലൈൻ ട്യൂഷനിൽ പഠിക്കാം, നല്ലതുപോലെ പഠിക്കാം. ഓക്കെ, എക്സാമൊക്കെ നല്ലതുപോലെ എഴുതാം. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള സംശയങ്ങൾ ഉണ്ടാകാം, അതെല്ലാം നല്ലതുപോലെ പഠിക്കാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കും ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. അപ്പോൾ പാരൻസിന് ജോലി ഉണ്ടെങ്കിൽ വൈകിട്ട് നിങ്ങളുടെ കുട്ടികളോടൊപ്പം ഇരുന്ന് ട്യൂഷനിൽ പഠിപ്പിച്ച് അവർ നല്ലതുപോലെ ദിവസവുമുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അവരെ എല്ലാ ബേസിക്കും പഠിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഓക്കെ, അതുപോലെ 1-ാം ക്ലാസ്സിനും 3-ാം ക്ലാസ്സിനും 5-ാം ക്ലാസ്സിനും 7-ാം ക്ലാസ്സിനും പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ആ പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം തന്നെയാണ് ക്ലാസ് വരുന്നത്. ഓക്കെ, 1, 2, 3, 4 ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ വിദേശത്താണ്. അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് വേണം, TC കൂടി സ്കൂളിലേക്ക് മറ്റൊരു സ്കൂളിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർക്കും ക്ലാസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആരും മടിച്ചു നിൽക്കേണ്ട. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ട്യൂഷൻ നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഓൺലൈൻ ട്യൂഷനാണ്. വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. 1 മണിക്കൂറേ ട്യൂഷനുള്ളൂ കേട്ടോ. ഡെയിലി 1 hour ആണ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ട്യൂഷൻ കഴിയും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ലതുപോലെ പഠിക്കുകയും ചെയ്യും. pre-KG, LKG, UKG ക്ലാസ്സും ജൂൺ 5-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. pre-KG, LKG, UKG അതും റെഗുലർ ക്ലാസ് ആണ്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകും. ഓക്കെ, അതിനും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചാൽ മതിയാകും. സർട്ടിഫിക്കറ്റോട് കൂടിയ കോഴ്സാണ്. pre-KG, LKG, UKG സർട്ടിഫിക്കറ്റോട് കൂടിയ കോഴ്സാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാകും. വേഗത്തിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. മടിച്ചു നിൽക്കേണ്ട. നിങ്ങളുടെ കുട്ടികൾ നല്ല മികച്ചവരായിട്ട് മാറും. ഈ വെക്കേഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ പാരൻസിനും അറിയാം നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നല്ലതുപോലെ പഠിക്കാൻ, അവരുടെ ഭാവി നല്ലതുപോലെ ആകുവാനായിട്ട് കുട്ടികളെ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യിച്ചോളൂ. ഏതാലോ കേട്ടിട്ട് നമുക്കിനി എഴുതി പഠിക്കാം. ടെക്സ്റ്റ് കിട്ടിയോ? ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ ബോർഡ് ക്ലിയർ ആവും, വലുതായി കാണിക്കും. നമ്മള് ഇപ്പൊ 6-ാം ക്ലാസ്സിലല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മളൊരു മാത്സ്. അപ്പൊ നമുക്ക് എല്ലാം റെഡിയാണോ? റെഡിയാണോ? യെസ്. എല്ലാവരും നമ്മുടെ ആയുധങ്ങൾ കയ്യിൽ വേണം. സ്കെയില്, മാത്സ് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണല്ലേ? ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് അല്ലേ ഇത് മാത്സ്? ആണോ? നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെ അളക്കാം എന്നൊക്കെ നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും സ്കെയിൽ യൂസ് ചെയ്യാൻ അറിയാലോ? കോണുകൾ ഇംഗ്ലീഷ് മീഡിയം കിടക്കുന്നത്. എന്താ? ഇംഗ്ലീഷ്. ഞാൻ മലയാളം ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും മനസ്സിലാവേണ്ടി എടുത്താണ്. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് മതി. ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ പഠിക്കുന്നേ.
ആ ആ ടീച്ചറും കൂടുതൽ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം ആണോ? മലയാളം മീഡിയം ആയിട്ടുള്ളവരുണ്ട്. മലയാളത്തിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യും. ആംഗിൾസ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ആംഗിൾസ് അല്ലെ, കോണുകൾ. ഓക്കെ, കഴിഞ്ഞ വർഷത്തിലെ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നല്ലേ ഇതൊക്കെ അല്ലേ? അപ്പോ എന്താണ് കോൺ? എന്താണ് കോൺ? നമ്മുടെ മേശയ്ക്ക് ഒരു മുക്കില്ലേ? നിങ്ങൾ ഇരുന്ന് പഠിക്കുന്ന ടേബിൾ ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിൽ ടേബിൾ ഇല്ലേ? യെസ്, ടേബിൾ ഉണ്ട്. ടേബിളിന്റെ 4 വശങ്ങളിൽ എന്തുണ്ട്? ടേബിളിന്റെ 4 വശങ്ങളിലും ടീച്ചറെ വരച്ച് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ബോർഡ് ക്ലിയർ ആയിട്ട് കാണാമോ? എല്ലാവർക്കും കാണാലോ? യെസ്. അപ്പൊ എന്താണ് കോൺ? എല്ലാവരുടെ വീട്ടിലുണ്ട് കോൺ. എല്ലാവരുടെ വീട്ടിലുണ്ട്. കോൺ ഇല്ലാത്ത ഒരു വീടില്ല. മേശയില്ലേ? മേശയ്ക്ക് എന്തുണ്ട്? മേശയുടെ ഷേപ്പ് എന്താ? മേശയുടെ ടോപ്പ് പോർഷന്റെ ഷേപ്പ് റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റ് ആംഗിൾ. അതിന്റെ അറ്റത്തൊരു ആംഗിൾ ഉണ്ട് അല്ലേ? റെക്റ്റ് ആംഗിൾ. അപ്പോ എന്തുകൊണ്ട് നമ്മുടെ മേശയില് 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന, 2 ലൈൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ ആണ്, മെഷർമെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ എന്ന് പറയും. എന്ത് പറയും? ഓക്കെ, മനസ്സിലായോടെ? മനസ്സിലായോ മക്കളെ? എല്ലാവർക്കും മനസ്സിലായോ എന്താണ് ആംഗിൾ? നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചു. ഡൗട്ട് ഉണ്ടോ? സംശയമുണ്ടോ? പഠിക്കും. നമുക്ക് ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. 2 വരകൾ തമ്മിൽ, അതായത് 2 ലൈൻസുകൾ തമ്മിൽ ഒരു ജോയിൻ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടാവും. ഈ 2 വരകൾക്കിടയിലുമുള്ള ഈ ഒരു മെഷർമെന്റ്, നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് ആംഗിൾ എന്ന് പറയും. നമ്മൾ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഈ ഒരു ചെറിയൊരു ലെറ്റർ ഉണ്ട്, ഒരു സിമ്പിൾ ഉണ്ട്. ആംഗിൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണിത്. ട്രയാങ്കിൾ ആണ് അതിന്റെ ബേസ്, അതുകൊണ്ടാണ് ആംഗിൾ. കോൺ ആംഗിൾ, ട്രയാങ്കിൾ, സോറി ആംഗിൾ. ഇങ്ങനെ ഒരു ചെറിയ ബേസിംഗ് സിമ്പിൾ ആണ് ആംഗിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് ആംഗിൾ അല്ല നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്. നമ്മൾ ആംഗിൾ എന്താണെന്ന് എല്ലാവർക്കും പറഞ്ഞു തന്നു. പക്ഷെ ഈ ആംഗിൾ മെഷർ ചെയ്യണ്ടേ? അതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തുണ്ട്? നമ്മൾ എല്ലാവരുടെ ജോമെട്രി ബോക്സിലുള്ള ഒരു വ്യക്തിയാണ് ആര്? ഇതാരാ? ആരാ? പ്രൊട്രാക്ടർ. വെരി ഗുഡ്. ഇതിന്റെ പേരെന്താ? പ്രൊട്രാക്ടർ. ഇനി എങ്ങനെയാണ് ഒരു പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യുന്നത്? നമ്മള് മെഷർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മൾ എല്ലാവരും കുഞ്ഞുങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് വിട്ടുപോകും, മറന്നു പോകും അല്ലേ? നമുക്ക് ടീച്ചർ അങ്ങനെ ആയിരുന്നു കേട്ടോ. ടീച്ചർ പണ്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ടീച്ചർ നന്നായിട്ട് വീണ്ടും ആ വർഷം പഠിപ്പിക്കുമ്പോൾ പഴയ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ടീച്ചർ ഒന്ന് പഠിച്ച് ചെറിയ ഓർമ്മ കാണും, കുറച്ചൊക്കെ നമുക്ക് മറന്നു പോകും. ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു പ്രധാന വ്യക്തിയും കൂടെയാണ്. ആരാണ്? നമ്മുടെ പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് ഷേപ്പാണിത്? സെമി സർക്കിൾ ഷേപ്പ് അല്ലെ? ഒരു വൃത്തത്തിന്റെ പകുതി വൃത്താകൃതിയാണ് അല്ലെ? ഹാഫ് സർക്കിൾ. ഒരു സെമി സർക്കിൾ അല്ലേ നമ്മുടെ പ്രൊട്രാക്ടറിന്റെ ഷേപ്പ് അല്ലേ മക്കളെ? ഒരു സെമി സർക്കിൾ അല്ലേ? ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലേ പ്രൊട്രാക്ടറിനുള്ളത് അല്ലേ? ആണ് അല്ലെ? എല്ലാവരും ബുക്കിൽ ഇങ്ങനെ ചുമ്മാ ഒരു പ്രൊട്രാക്ടർ വരച്ചേ. ചുമ്മാ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ട. എല്ലാവരും ചുമ്മാ സിമ്പിൾ ആയിട്ട്, വലുതാ ഭംഗിയായിട്ടൊന്നും വേണ്ട. നമ്മളെ ക്ലാസ്സിൽ നമുക്ക് ബോറടിക്കരുത്. ടീച്ചർ പറയുന്നത് ഒന്ന് പേനയെ കൊണ്ട് അടയാളപ്പെടുത്തിയ മാത്സ് ക്ലാസ് അല്ലേ? അപ്പൊ എഴുത്താണ് പ്രധാനം. നമുക്ക് പഠിക്കാം. ഇതൊരു സെമി സർക്കിൾ ഷേപ്പാണ് നമ്മുടെ പ്രൊട്രാക്ടർ അല്ലേ? ഈ പ്രൊട്രാക്ടറിനകത്ത് കുഞ്ഞു കുഞ്ഞു മെഷർമെന്റ്, സ്കെയിലിനകത്ത് മെഷർമെന്റുകൾ ഉള്ളത് പോലെ തന്നെ നമ്മുടെ പ്രൊട്രാക്ടറിനകത്ത് എന്തുണ്ട്? മെഷർമെന്റുകൾ ഉണ്ട്. എന്തുണ്ട്? മെഷർമെന്റുകൾ. അപ്പോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഇതിനൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഈ ഒരു ആംഗിൾ നമ്മൾ പറഞ്ഞില്ലേ, 2 വരകൾ കൂടി ചേരുമ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാവും. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള 2 വരകൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും?
90 ഡിഗ്രി നമ്മളെ പ്രൊട്രാക്ടറിനെ വീണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈനാണ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈൻ എന്ത് കാണിക്കുന്നു? എത്ര ആംഗിൾ കാണിക്കുന്നു? 90. എത്ര കാണിക്കുന്നു? 90. എത്ര കാണിക്കുന്നു? 90. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതിനകത്തുള്ള ബാക്കി മെഷർമെന്റ്സ് നമുക്ക് നോർമലി അറിയാം. പ്രൊട്രാക്ടർ നമ്മൾ എല്ലാവരും കയ്യിലുണ്ടാകുന്ന അറിയില്ല കുറെ ഇത്. ഈ പ്രൊട്രാക്ടർ നമ്മൾ ഡബിൾ സൈഡ് എങ്ങനെ വെച്ച് വേണം നമുക്ക് മെഷർ ചെയ്യാം. ആ ഒരു രീതിയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് വാല്യൂസ് എഴുതിയിട്ടുള്ളത്. കാരണം ഇത് ഈക്വലി ഡിവിസിബിൾ ആണ്. എല്ലാ വശത്തും എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു ഡൗട്ട് തോന്നി, ഇത് എന്ത് ടീച്ചർ ഇങ്ങനെയല്ല, മുകളിലെ ചെറിയ വാല്യൂ എഴുതുന്ന തൊട്ട് താഴെ രണ്ട് വാല്യൂസ് വേറൊന്നിനുമല്ല, നമുക്ക് ലെഫ്റ്റ് സൈഡിലായാലും റൈറ്റ് സൈഡിലായാലും തെറ്റുകളൊന്നും കൂടാതെ മെഷർ ചെയ്യാനാണ് അങ്ങനെ ഒരു മെത്തേഡ്. വേറെ ഒന്നും ടെൻഷൻ ആവണ്ട. അപ്പൊ ടീച്ചർ പറഞ്ഞു തരാം, ഇത് 90 ഡിഗ്രി. റൈറ്റ്? ശരിയാണോ? ഇനി ഈ 90 ഡിഗ്രിയെ എത്രയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം, നമുക്ക് ഇവിടെ 180, ഇവിടെ എത്രയാണ്? 180. ഇവിടെ എത്രയാണ്? നമ്മുടെ ഒരു സർക്കിൾ, ഒരു കാര്യം കൂടെ ഓർക്കാം, ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. എത്രയാണ് മക്കളെ? ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്രയാണ്? 360. 60 അതിന്റെ പകുതി എത്രയാ? അതിന്റെ പകുതി എത്രയാ? പകുതി എത്രയാ? 360 ഡിവൈഡ് ബൈ 2 എത്രയാ? 180 അല്ലേ? പകുതി എത്രയാണ്? 180. നമ്മുടെ സർക്കിളിന്റെ ഹാഫ് ആംഗിൾ എന്നാണ് 180 ആണ്. ഇത്രയും ആംഗിൾ എന്നാണ് 180. അതുപോലെ തന്നെ ഇത്രയും ആംഗിൾ എത്രയാണ്? 180. അപ്പൊ രണ്ട് എഡ്ജിൽ അവർ എന്ത് അടയാളപ്പെടുത്തി? 180 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിയുമ്പോ 180 കഴിഞ്ഞ് എന്ത് വരും? നമുക്കറിയാം 170. അത് കഴിഞ്ഞ് എന്ത് വരും? 160, 150. ഇങ്ങനെ ഈക്വലി ഡിവൈഡ് ആണ്. സ്കെയില് പോലെ തന്നെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ എത്ര കുഞ്ഞു വരകളുണ്ട്? എത്ര വരകളുണ്ട്? സെയിം, വേറെ വ്യത്യാസമൊന്നുമില്ല. സ്കെയിലിനകത്തുള്ള പോലെ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുള്ള 10 വരകളുണ്ട്. ഇതിലും എത്ര വരകളുണ്ട്? നമുക്ക് 10 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഇതും എന്താണ്? ഒരു ലെങ്ത് അല്ലെങ്കിൽ ഒരു ലെങ്തി കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ലെങ്ത് അളക്കുന്ന സെയിം മെത്തേഡില് ആംഗിൾ അളക്കുന്ന ഒരു ഉപകരണമാണ് എന്താണ്? നമ്മുടെ പ്രൊട്രാക്ടർ. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ആംഗിൾ അളക്കുമ്പോ ചില എഴുതിട്ടില്ലേ 120.5 ഡിഗ്രി, ഇങ്ങനെ കണ്ടിട്ടില്ലേ എഴുതിയിട്ടുള്ളത്? കണ്ടിട്ടില്ലേ മക്കളെ? അതൊന്നും എഴുതണ്ട കേട്ടോ. ഇങ്ങനെ എഴുതുന്ന ഫ്രീ ആയിട്ട് ടീച്ചർ എഴുതണമെന്ന് എഴുതണ്ട. ചുമ്മാ ഒരു പ്രൊട്രാക്ടർ വരച്ച് ഈ 90 ആണ്, 180 ആണെന്ന് മാത്രം വരച്ചാൽ ബാക്കി എല്ലാം ഒന്നും എഴുതി എടുക്കണ്ട. ടീച്ചർ പറയുന്ന മാത്രം എഴുതിയാൽ മതി. ഇവിടെ ശ്രദ്ധിച്ചോ, ബോഡി നോക്കിക്കോ. അപ്പൊ ഇവിടെ ഒരു 0.5. റൈറ്റ്? ഈ 0.5 നമ്മൾ കഴിഞ്ഞ വർഷം സ്കെയിലിൽ അളക്കാൻ പഠിച്ചു. എങ്ങനെ? ഏതാണ് ഈ 0.5? ഇതിനകത്തുള്ള കുഞ്ഞു വരകളാണല്ലേ ഈ പോയിന്റിന്റെ അപ്പുറത്ത് വരുന്നത്. അപ്പോൾ ഇതിനെ, ഈ പ്രൊട്രാക്ടറെ എങ്ങനെ വെച്ച് നോക്കുക? ഇതൊരു വര, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. കാണാലോ പ്രൊട്രാക്ടർ സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പ്രൊട്രാക്ടറിൽ സെന്ററിൽ ഒരു വരയുണ്ട്, അറിയാമോ? സെന്ററിൽ ഒരു വരയുണ്ട്, അറിയാമോ? അപ്പൊ നമുക്ക് അളക്കേണ്ട ആംഗിൾ ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ആംഗിൾ. ഈ സെന്റർ വര എവിടെ വെക്കുക? ഇതുപോലെ വെക്കുക. ഓക്കെ, മനസ്സിലായോ? എങ്ങനെ വെക്കണമെന്ന് മനസ്സിലായോ? അതായത് ഈ വരയില്ലേ, നമ്മുടെ പ്രൊട്രാക്ടറിൽ ഈ വര എന്ത് ചെയ്യണം? ഈ സെന്ററിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആംഗിൾ എത്രയാണെന്ന് നോക്കുക. ഇവിടെ നിന്ന് എണ്ണുക. താഴെ ഇപ്പുറത്തെ സൈഡാണ് വെക്കണമെങ്കിൽ ഈ സൈഡിൽ നിന്ന് എണ്ണുക. ഓക്കെ, ഏത് വശത്താണ് നമ്മൾ ഇത് ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഈ വശത്തുനിന്ന് മെഷർ ചെയ്യുക. ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഈ വശത്തുനിന്ന് മെഷർ ചെയ്യുക. ആംഗിൾ എത്ര എഴുതണം? 70. ആംഗിൾ ഇവിടെ ടീച്ചർ നോക്കിയപ്പോ 70. ഇവിടെ ആംഗിളിന് ഒരു മുകളിൽ ഒരു ഡോട്ട് പോലെ കൊടുക്കുക. ആംഗിൾ എഴുതുമ്പോ സിമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പൊ ആംഗിൾ ടീച്ചർ ഒരു പേര് കൊടുക്കാം, ABC അല്ലേ? നമുക്ക് പേരില്ലേ? എല്ലാവർക്കും പേരില്ലേ? എല്ലാവർക്കും പേരുണ്ട്. അപ്പൊ നമുക്ക് ആംഗിളിനും പേര് വേണം. അപ്പൊ എന്ത് ചെയ്യുക? ABC. പേര് കൊടുക്കുക. നമ്മൾ മെഷർ ചെയ്ത പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ എങ്ങനെ പ്രൊട്രാക്ടർ വെക്കണമെന്നൊക്കെ ടീച്ചർ പറഞ്ഞു. ABC. ഈ പ്രൊട്രാക്ടറിന്റെ സെന്റർ പോർഷൻ ഈ ഭാഗത്തായിട്ട് വെക്കണം അല്ലെ? ഈ സെന്റർ ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന വര ഈ പോർഷനിൽ വെക്കുക. ഈ സൈഡാണ് വെക്കുന്നെങ്കിൽ ഇവിടെ നിന്ന് മെഷർ ചെയ്യുക. ഏതാണോ ആ ഒരു പിക്ചറിന്റെ പിക്ചറിനകത്തായിട്ടിരിക്കുന്ന പോർഷൻ എണ്ണുക.
ആംഗിൾ എഴുതുക. ഇപ്പൊ ആംഗിൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ആംഗിൾ എ, രണ്ട് എഡ്ജിലുള്ളത് രണ്ട് അറ്റത്ത്, നടുക്ക് എ ബി സി ഈക്വൽ ടു 70 ഡിഗ്രി. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇതെന്തെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലായോ ഇത്? അപ്പോ കയ്യിൽ പ്രൊട്രാക്ടർ ഉണ്ടോ? നിങ്ങളെ കയ്യില് പ്രൊട്രാക്ടർ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? പ്രൊട്രാക്ടർ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോ ഇല്ലാത്തവര് അടുത്ത ക്ലാസ്സിന് ഉറപ്പായിട്ടും കയ്യിൽ വെച്ചിരിക്കുക. നമുക്ക് ഇനി പ്രൊട്രാക്ടർ വേണം. പ്രൊട്രാക്ടർ വെച്ചാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് പ്രോബ്ലം എല്ലാം ചെയ്യാം. ആദ്യത്തെ പോർഷൻ മൊത്തം പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് മെഷർ ചെയ്യണം. അപ്പൊ ഇനി പ്രൊട്രാക്ടർ യൂസ് ചെയ്യാൻ ആർക്കും അറിയാലോ? എല്ലാവർക്കും അറിയാലോ? ഇതെന്താ? ഇത് രണ്ടും എന്താ? ഇത് രണ്ടും എന്താ? സെറ്റ് സ്ക്വയർ എന്ന് പറയും അല്ലേ? എന്ത് പറയും? നമുക്ക് റെക്റ്റാങ്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ, സ്ക്വയർ ഒക്കെ അല്ലെ? നമ്മൾ പറഞ്ഞു സ്ട്രൈറ്റ് ആയിട്ട് അല്ലെ? സ്ട്രൈറ്റ് ആയിട്ടുള്ള രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 19 ആണ്. എന്ത് പറഞ്ഞു? 19. എന്ത് പറഞ്ഞ? സ്കെയിൽ യൂസ് ചെയ്യാതെ നമുക്ക് ഇങ്ങനെയുള്ള ആംഗിൾസ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇതിനെ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വലിയ യൂസ് ഒന്നും വരാറില്ല ഇതെന്നാലും പഠിച്ചു വെച്ചിരിക്കുക, നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇതാണ് സെറ്റ് സ്ക്വയർ. ഓക്കെ, സ്കെയിൽ പോലെ തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഇല്ല. നമുക്ക് സ്കെയിൽ ഉപയോഗിക്കാതെ 90 ഡിഗ്രി ആംഗിളില് എന്ത് വരയ്ക്കണം? ഇതുപോലൊരു ഷേപ്പ് വരയ്ക്കണം. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ഉപകരണങ്ങൾ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, ഇത് രണ്ടുണ്ട്. ഇനി ഇപ്പൊ ടീച്ചർക്ക് അവിടെ വന്ന് വരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ടീച്ചർ എന്ത് ചെയ്യുന്നു? കുറച്ച് ആംഗിൾസ് ഇവിടെ വരയ്ക്കും. നിങ്ങൾ ആ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗിൾസ് മെഷർ ചെയ്ത് എനിക്ക് എന്ത് ചെയ്യണം? വാട്സപ്പ് പിക്ചറിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? മാത്സ് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ഇല്ലാത്തവരൊന്ന് ടീച്ചറോട് കമന്റ് ചെയ്യണേ. ഉണ്ടോ? കാരണം ഇത്രയും ബേസ് ചെയ്ത് സിമ്പിൾ ആണ്. നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുന്ന സെയിം മെത്തേഡ്. ഇപ്പൊ ആംഗിൾ, ഇപ്പൊ ടീച്ചർ കുറച്ച് ആംഗിൾസ് വരയ്ക്കാം. അതേപോലെ നോക്കി സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഓക്കെ, സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആംഗിൾസിന്റെ ചാപ്റ്ററില് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും എന്ത് കൊടുക്കാറില്ല? മാക്സിമം മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും അവരിങ്ങനെ ഒരു പിക്ചർ മാത്രം കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട നമ്മൾ ആദ്യം എങ്ങനെ ആൻസർ എഴുതും? അപ്പൊ നമ്മൾ എല്ലാവരും ഫസ്റ്റ് എന്ത് ചെയ്യും? പ്രൊട്രാക്ടർ ഒക്കെ എടുക്കും അല്ലെ? ഹാപ്പി ആയിട്ട് നമുക്കറിയാം, നമ്മൾ പഠിച്ചു. അപ്പൊ എല്ലാരും മനസ്സൊരു ഹാപ്പി ആണല്ലേ? നമുക്കറിയാലോ നമ്മളിത് പഠിച്ചതാണ് എന്നൊരു മൈൻഡ് ഒന്നും ആദ്യം പ്രൊട്രാക്ടർ എടുക്കും, അളക്കും, ആൻസർ എഴുതും അല്ലെ? ആംഗിൾ. അപ്പൊ നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഇതിനൊരു പേര് കൊടുക്കണം. എന്ത് കൊടുക്കണം? ഓർക്ക് നമുക്ക് അറിയാന്നുള്ളതാണ്. പേര് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് ഉപയോഗിക്കാം. ABC. അപ്പൊ ടീച്ചർ എന്ത് കൊടുത്തു? ABC എന്ന് കൊടുത്തു. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇത് മറന്നു പോകരുത്. എല്ലാരും മറന്നു, ടീച്ചേഴ്സ് മാർക്ക് ഇടൂല, കറക്റ്റ് ചെയ്യൂല. അപ്പോ ഓർമ്മിച്ച് പേര് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ പ്രൊട്രാക്ടർ എടുക്കുക. നമ്മൾ പറഞ്ഞു പ്രൊട്രാക്ടറിന്റെ ഈ സ്ട്രെയിറ്റ് ആയിട്ട് സെന്ററിൽ വരുന്ന 90 ഡിഗ്രി എവിടെ വെക്കണം? ഇവിടെ വെക്കണം. കാണാമോ എല്ലാവർക്കും ടീച്ചർ വെച്ചിരിക്കുന്നത്? വലിയ ഇത് കറക്റ്റ് ഇവിടെ വെക്കുക. ഇവിടെ നിന്ന് മെഷർ ചെയ്യുക. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? സ്മോൾ നമ്പേഴ്സ് കൊണ്ട് കൗണ്ട് ചെയ്യണം കേട്ടോ. ബിഗ് നമ്പർ അല്ല. 2 നമ്പർ ഉണ്ട്. സ്മോൾ നമ്പർ അകത്തും പുറത്ത് വലിയ നമ്പേഴ്സും ഉണ്ട്. സ്മോൾ നമ്പേഴ്സ് വെച്ച് എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്യുക. നമുക്കിവിടെ 0 മുതലാണ് 10, 20. നമ്മുടെ അടുത്ത് കഴിഞ്ഞ് ഈ വര, അതായത് ഈ വര എവിടെയാണോ നമ്മുടെ പ്രൊട്രാക്ടറിന്റെ വരയുമായിട്ട് ജോയിൻ ചെയ്യുന്നത്, അതാണ് നമ്മുടെ നെക്സ്റ്റ് മെഷർമെന്റ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ബേസ് വര, നമ്മുടെ സെന്റർ ലൈൻ, ഇതാണ് പ്രൊട്രാക്ടർ. ഇങ്ങനെയാണ് പ്രൊട്രാക്ടറിനകത്തുള്ള വരകളൊക്കെ ഇരിക്കുന്നത് അല്ലേ?
ഇങ്ങനെയാണ് പ്രൊട്രാക്ടർ അല്ലെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ലൈൻ എവിടെ വരണം? ഈ പോർഷനിൽ വരണം. ഈ ലൈൻ എവിടെ വരണം? ഈ ബേസ് ആയിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ആദ്യത്തെ വരയിൽ വരണം. അത് ഇതിനകത്ത് കുറെ കുഞ്ഞു വരകളുണ്ട്. ഇങ്ങനെ ഈ രണ്ട് വരയും നമ്മൾ കറസ്പോണ്ട് ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ, പിക്ചറിൽ എവിടെയാണോ കറക്റ്റ് പ്ലേസ് ചെയ്യുമ്പോ ഈ വര, ഈ സെക്കൻഡ് വര ഏത് ലൈനിലൂടെയാണോ പാസ് ചെയ്യുന്നത്, പ്രൊട്രാക്ടറിന്റെ ഏത് ലൈനിലൂടെയാണോ പാസ് ചെയ്യുന്നത്, അതാണ് ഇവിടുത്തെ ആൻസർ. നമ്മളിവിടെ നിന്നാ നോക്കുമ്പോ 50. ഇപ്പൊ ടീച്ചറ് ആംഗിൾ ABC എത്ര ഡിഗ്രിയാണ് പറഞ്ഞേ? ഇതുപോലൊരു പിക്ചർ വരച്ചേ ബുക്കില്, ഇതുപോലൊരു പിക്ചർ വരച്ച ആംഗിൾ എഴുതിക്കേ എല്ലാവരും, എഴുതിക്കേ. ഇതുപോലെ ടീച്ചർ ബോഡി വരച്ചിരിക്കുമ്പോൾ ഒരു പിക്ചർ വരച്ച ആംഗിൾ എഴുതിക്കേ എല്ലാവരും. ആംഗിൾ 50 ഡിഗ്രി. ടീച്ചർക്ക് കിട്ടിയ ആൻസർ ആണ്. നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കിട്ടണമെന്നില്ല. സ്കെയിൽ എടുത്ത് വെച്ച് പെട്ടെന്ന് നിങ്ങൾ ഒരു ആംഗിൾ വരയ്ക്കുക, വരച്ച് അതിന് പേര് കൊടുക്കുക, എന്നിട്ട് പെട്ടെന്ന് എഴുതി. ഇപ്പൊ ഉടനെ തന്നെ ചെയ്തേ. ടീച്ചർ ഒരു 3 സെക്കൻഡ് ടൈം തരും. പ്രൊട്രാക്ടർ വെച്ച് അളന്ന് മെഷർ ചെയ്ത് എഴുതിയേ. ഫാസ്റ്റ് ആയിട്ടെ, ഫാസ്റ്റ്. റെഡി? എഴുതിയോ? എല്ലാവരും എഴുതിയോ? എഴുതിക്കോ, എഴുതിക്കോ. ഇങ്ങനെ രണ്ട് ഷേപ്പും കൂടെ വരച്ചേ. കുറച്ചുകൂടെ വിട്ടായിട്ട് ഒരു ആംഗിൾ, ഇതുപോലെ ഒരു ആംഗിൾ ഇത് കൂടെ വരച്ചേ. എങ്ങനെ മെഷർ ചെയ്യും? നമുക്ക് ഏത് ഷേപ്പിൽ ഇരുന്നാലും പ്രൊട്രാക്ടർ വെക്കാൻ പഠിക്കണം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പ്, ഈ ഷേപ്പിൽ എങ്ങനെ നമ്മൾ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യും? എങ്ങനെ ഷേപ്പ് പ്ലേസ് ചെയ്യും? ഒരു സംശയം കാണുമല്ലോ, എവിടെ വെക്കും? അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് അളക്കും മെഷർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ടെക്സ്റ്റിനകത്ത് ചിലപ്പോൾ നിങ്ങളെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എല്ലാവരും വരച്ച് ആംഗിൾ എഴുതിയോ? ടൈം വേണ്ടല്ലോ. ടീച്ചർക്ക് എന്ത് ചെയ്യുക? വരച്ച് എഴുതിയതെല്ലാം ഗ്രൂപ്പിൽ ഇടുക. ടീച്ചർക്ക് അറിയണ്ടേ നിങ്ങൾ എഴുതിയോ എന്നൊക്കെ? ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടൻ എന്ത് ചെയ്യണം? ഗ്രൂപ്പിൽ ഇടണം. ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്തോടെ നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ ഓൺ ദി സ്പോട്ട് ഒരു ഫോട്ടോ എടുക്കുക, ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക. എന്നാലേ ടീച്ചർക്ക് അറിയാൻ പറ്റും ടീച്ചർ പറയുന്നതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോന്ന്. ടീച്ചർക്ക് അറിയണ്ടേ? എന്നാലേ നമുക്ക് ഒരുമിച്ച് പഠിച്ച് നല്ല ഒരു എന്താ എഫിഷ്യന്റ് ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റൂ. അപ്പൊ ഇങ്ങോട്ട് ലിസൺ ഹിയർ. നമ്മൾ ഇതാണ് നമ്മുടെ ഷേപ്പ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇതെങ്ങനെ മെഷർ ചെയ്യും? ഒരു സംശയം കാണും അല്ലേ? അയ്യോ, നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇങ്ങനെയും സ്ട്രൈറ്റ് ആയിട്ടൊരു ബേസ് ആണ്. അപ്പൊ ഇതെങ്ങനെ മെഷർ ചെയ്യും? വേറെ ഒരു ടെൻഷനും വേണ്ട, വേറെ ഒരു ടെൻഷനും വേണ്ട. എങ്ങനെ മെഷർ ചെയ്ത് ടീച്ചർ പറഞ്ഞു തരും. സെയിം മെത്തഡ്. ആദ്യം പേര് കൊടുക്കുക, ABC. നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുക, എന്ത് ചെയ്യുക? എവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഈ ഒരു ലൈനിലോട്ട് എന്ത് കൊടുക്കണം? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 90 ഡിഗ്രി ഇതാണ് പ്രൊട്രാക്ടർ. ഒന്നുകൂടെ ടീച്ചർ മനസ്സിലാവാത്തവര് വീണ്ടും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഈ ചാപ്റ്ററിന്റെ ഈ ഒരു പോർഷൻ എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന പ്രോബ്ലംസ്. ഓക്കെ ഓക്കെ ആ ശ്രദ്ധിച്ചോ. അപ്പൊ നമ്മുടെ പ്രൊട്രാക്ടറിന്റെ ഒരു മോഡലാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പോർഷൻ എവിടെ വെക്കണം? ടീച്ചർ ആദ്യമേ പറഞ്ഞു ഈ ഒരു എൻഡിൽ വെക്കണം അല്ലേ? സെയിം മറ്റെന്ത് ഇളക്കുന്നോ അതുപോലെ പ്രൊട്രാക്ടറിന് ചരിച്ചു പിടിക്കുക, ഇതായി വെക്കുക. ഈ സ്ട്രെയിറ്റ് വരെ എവിടെ വെക്കണം? ഈ ഒരു ലൈനിലോട്ട് വെക്കുക. നമ്മുടെ താഴ്ഭാഗത്തായിട്ട് വരുന്നത്, അതാണ് മെഷർ ചെയ്യാൻ എളുപ്പം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അപ്പും ഡൗണും രണ്ട് ലൈൻസുകളാണല്ലേ. അപ്പൊ ഡൗൺ പോർഷനിൽ വരുന്ന ലൈനിലോട്ട് ഇത് വെക്കുക. ഈ വര പ്രൊട്രാക്ടറിലെ ഏത് വരയ്ക്ക് ഈക്വൽ ആയിട്ടാണോ പാസ് ചെയ്യുന്നത് അത് എപ്പോഴും ഓർമ്മ. ഈ വര ആദ്യം കുറച്ച് ദിവസം നമുക്ക് ഡൗട്ട് ആണെങ്കിൽ പെൻസിലോട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ ഇവിടെ കാണിക്കുന്നത് ഒരു 45 ആംഗിൾ ആണ്. അപ്പൊ ടീച്ചർ എങ്ങനെ എഴുതും? ആംഗിൾ എങ്ങനെ എഴുതും പറഞ്ഞേ? ബുക്കിൽ എഴുതിയ ഇതുപോലെ എണ്ണം വരച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയേ. ഒരു 3 സെക്കൻഡ് ടൈം കൂടെ തരും ടീച്ചർ. ഇതുപോലൊരു ഷേപ്പ് വരച്ച് ഇങ്ങനെ വരച്ച് ഒരു മെഷർമെന്റ് എഴുതിയേ. ആംഗിൾ ABC. ടീച്ചർക്ക് 45 ഡിഗ്രി ആംഗിൾ കിട്ടി. നിങ്ങൾ ഒന്ന് മെഷർ ചെയ്തേ ഈ ഒരു പർട്ടിക്കുലർ ടൈം. എന്നിട്ട് ഉടനെ ടീച്ചർ പറഞ്ഞ ഓർമ്മ ഉണ്ടായിരിക്കണം. ക്ലാസ് ലീവ് ചെയ്ത ഉടൻ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പില് സെൻഡ് ചെയ്യുക. അപ്പൊ ടീച്ചർ നോക്കും
ആരൊക്കെയാണ് ടീച്ചർ പറഞ്ഞത് ഫോളോ ചെയ്തിട്ടുള്ളവരെന്ന് നോക്കും. ഓക്കെ, ഫോളോ ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഒന്ന് നോക്കിയേ. മൂന്ന് സെക്കൻഡ് ടൈം തരും. ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ടീച്ചർ ഒന്നുകൂടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്ന് ഔട്ടർ മോസ്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. നമുക്കുള്ള ഒരു മെയിൻ സാധനം പൊട്രാക്ടർ, ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പൊട്രാക്ടർ. പൊട്രാക്ടർ ഒരു സെമി സർക്കിൾ ഷേപ്പ്. ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്രയാണ്? 360 ആണ്. സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്രയാണ്? 360. അപ്പൊ സെമി സർക്കിൾ ആവുമ്പോ എത്രയായിരിക്കും? 180. എത്രയായിരിക്കും? 180. നമുക്കൊരു പൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ആംഗിൾ 180 ആണ്. ഇതാണ് നമ്മുടെ പൊട്രാക്ടറിന്റെ ഷേപ്പ്. ഇതിനെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 90 ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന രണ്ട് ആംഗിൾസിനിടയിലുള്ള ആംഗിൾ 90. അതുകൊണ്ട് ഇതിന്റെ നേരെ മുകളിൽ എന്തുണ്ട്? 90 ഉണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു ആംഗിൾ മെഷർ ചെയ്യേണ്ടത്? പൊട്രാക്ടർ കയ്യിലെടുക്കുക. ഈ പൊട്രാക്ടറിലെ ഈ ലൈൻ, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരുന്ന പോർഷൻ എവിടെ വെക്കണം? സെന്ററിൽ വെക്കുക. ഈ ഒരു പോർഷൻ എന്ത് ചെയ്യണം? ഇതിന്റെ സെന്ററിൽ വെക്കുക. ആംഗിളിന്റെ സെന്ററിൽ വെക്കുക. ഈ ലൈൻ നമ്മുടെ ബേസ് ലൈനിൽ വെക്കുക. ഇതിന് എന്ത് പറയും? ബേസ് ലൈൻ എന്ന് പറയും. എന്ത് പറയും? ബേസ് ലൈൻ വെക്കുക. ഇത് ബേസ് ലൈൻ, ഇത് ആംഗിൾ ലൈൻ. രണ്ട് ലൈനാണ്. ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്ത രണ്ട് ലൈനാണ്. ഒരു ബേസ് ലൈനും ഒരു ആംഗിൾ ലൈനും ഉണ്ട്. ഈ രണ്ട് ലൈനിൽ ബേസ് ലൈനിൽ എന്ത് വെക്കുക? ഈ ഒരു പൊട്രാക്ടറിന്റെയും ബേസ് ലൈൻ, രണ്ട് ബേസ് ലൈനും എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ ലൈൻ ഏത് ആംഗിളിലൂടെയാണോ പാസ് ചെയ്യുന്നത്, പൊട്രാക്ടറിലെ ഏതെങ്കിലും ഒരു ആംഗിളിലൂടെ ആംഗിൾ ലൈൻ പാസ് ചെയ്യും. ബേസ് ലൈനിൽ വെക്കുമ്പോൾ പൊട്രാക്ടറുടെ ആംഗിൾ ലൈനിൽ ആ ആംഗിൾ എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 50 ആണോ 30 ആണോ? സ്കെയിൽ 1 to 3 ആണെങ്കിൽ ഇവിടെ 10 ഡിഫറൻസ് ആണ് കേട്ടോ. 10 വെച്ചാണ് വ്യത്യാസം. അപ്പൊ എന്ത് ചെയ്യുക? ആംഗിൾ ലൈൻ പൊട്രാക്ടറിന്റെ ഏത് പോർഷനിലൂടെയാണ് ആംഗിൾ ലൈൻ പാസ് ചെയ്യുന്നത്, ആംഗിൾ ലൈൻ എഴുതുക. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെ മെഷർ ചെയ്യുന്നത് പഠിച്ചല്ലോ. പൊട്രാക്ടർ വെച്ച് എങ്ങനെ മെഷർ ചെയ്യാം എന്ന് അറിയാമോ? അറിയാലോ. വേറെ ഡൗട്ട് ഒന്നുമില്ല. തമ്പ് കാണിച്ച എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെച്ചാലേ ടീച്ചർക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. തമ്പ് കാണിച്ചോ എല്ലാരും? അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ വീണ്ടും റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. വീണ്ടും നിങ്ങൾക്ക് എടുത്ത് കേൾക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ വരുമ്പോ ചെറിയ കുഞ്ഞു സംശയങ്ങളാണ് ടീച്ചറോട് ചോദിക്കുക. അതെല്ലാം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റെക്കോർഡ് ക്ലാസ്സുകൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് എഴുതി പഠിക്കുക. മാത്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്ന മാത്സ് എഴുതി പഠിച്ച നോട്ട് ഇതുപോലെ ടീച്ചറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, രണ്ട് കാര്യങ്ങള് എപ്പോഴും ശ്രദ്ധിക്കുക. മാത്സ് ക്ലാസ്സിൽ ടീച്ചർ പ്രിഫർ ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്ത് ഉറപ്പായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ദിവസത്തിൽ ടീച്ചർ ക്ലാസ്സിൽ പറയുന്ന ടൈമിൽ എഴുതുന്ന ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസ് ക്ലാസ് ലീവ് ചെയ്ത് ഇറങ്ങിയ ഉടൻ തന്നെ ടീച്ചറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്യണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ടീച്ചർ തരുന്ന നോട്ടുകൾ എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. ഓക്കെ, ഈ നോട്ട് എഴുതി പഠിച്ച് ഈ കണക്കുകളൊക്കെ ചെയ്ത് പഠിച്ചത് എനിക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് മാത്സ് ക്ലാസ്സിന് മുമ്പ് സെൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ടീച്ചർ ഒരാളെ കൊണ്ട് കണക്ക് ചെയ്യിപ്പിച്ച് നോട്ട്ബുക്ക് കാണിക്കാൻ പറയും സ്ക്രീനിൽ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റിലുള്ള കണക്ക് ടെക്സ്റ്റിൽ ടീച്ചർ പഠിപ്പിച്ച അത്രയും പോർഷനകത്ത് ടെക്സ്റ്റ് കിട്ടാത്തവർ ചെയ്യണ്ട. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കുവാനായിട്ട് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാണ്. നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ഓൺലൈൻ ട്യൂഷനും നല്ല സന്തോഷകരമായിട്ട് കൊണ്ടുപോകാം. എല്ലാ സബ്ജക്ട്സിൻ്റെയും ട്യൂഷൻ ഉണ്ട് കേട്ടോ. എല്ലാ സബ്ജക്ട്സും ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മലയാളം 1ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ് വരെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 3, 4 EVS കൂടിയുണ്ട്. 5, 6, 7 വീണ്ടും ഹിന്ദി, സോഷ്യൽ സയൻസ് അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്.
അപ്പോൾ എല്ലാ സബ്ജക്ട്സും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. വേഗത്തിൽ ജോയിൻ ചെയ്തോളൂ. ജൂൺ 3 നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കൂൾ കഴിഞ്ഞിട്ട് വൈകിട്ടുള്ള സമയത്താണ് ക്ലാസ് വരുന്നത്. എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത് ഓൺലൈൻ ട്യൂഷനിൽ പഠിക്കാം, നല്ലതുപോലെ പഠിക്കാം. ഓക്കെ, എക്സാമൊക്കെ നല്ലതുപോലെ എഴുതാം. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള സംശയങ്ങൾ ഉണ്ടാകാം, അതെല്ലാം നല്ലതുപോലെ പഠിക്കാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കും ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. അപ്പോൾ പാരൻസിന് ജോലി ഉണ്ടെങ്കിൽ വൈകിട്ട് നിങ്ങളുടെ കുട്ടികളോടൊപ്പം ഇരുന്ന് ട്യൂഷനിൽ പഠിപ്പിച്ച് അവർ നല്ലതുപോലെ ദിവസവുമുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അവരെ എല്ലാ ബേസിക്കും പഠിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഓക്കെ, അതുപോലെ 1ാം ക്ലാസ്സിനും 3ാം ക്ലാസ്സിനും 5ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിനും പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ആ പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം തന്നെയാണ് ക്ലാസ് വരുന്നത്. ഓക്കെ, 1, 2, 3, 4 ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ വിദേശത്താണ്, അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് വേണം, TCയോട് കൂടി സ്കൂളിലേക്ക് മറ്റൊരു സ്കൂളിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർക്കും ക്ലാസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആരും മടിച്ചു നിൽക്കേണ്ട. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ട്യൂഷൻ നൽകുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഓൺലൈൻ ട്യൂഷനാണ്. വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. 1 മണിക്കൂറേ ട്യൂഷനുള്ളൂ കേട്ടോ. ഡെയിലി 1 hour ആണ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ട്യൂഷൻ കഴിയും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ലതുപോലെ പഠിക്കുകയും ചെയ്യും. pre-KG, LKG, UKG ക്ലാസ്സും ജൂൺ 5 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. pre-KG, LKG, UKG അതും റെഗുലർ ക്ലാസ് ആണ്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകും. ഓക്കെ, അതിനും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചാൽ മതിയാകും. സർട്ടിഫിക്കറ്റോട് കൂടിയ കോഴ്സാണ്. pre-KG, LKG, UKG സർട്ടിഫിക്കറ്റോട് കൂടിയ കോഴ്സാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാകും. വേഗത്തിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. മടിച്ചു നിൽക്കേണ്ട. നിങ്ങളുടെ കുട്ടികൾ നല്ല മികച്ചവരായിട്ട് മാറും. ഈ വെക്കേഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ പാരൻസിനും അറിയാം നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നല്ലതുപോലെ പഠിക്കാൻ, അവരുടെ ഭാവി നല്ലതുപോലെ ആകുവാനായിട്ട് കുട്ടികളെ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യിച്ചോളൂ. ഓക്കെ, ബൈ, താങ്ക് യു.